പൊങ്കാലകളുടെ പൊങ്കാലയാണ് ആറ്റുകാൽ പൊങ്കാല. എല്ലാ വർഷവും കുംഭമാസത്തിലെ പൂരം നാൾ തിരുവനന്തപുരം നഗരം ഒരു യാഗശാലയായി മാറുന്നു. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്ന് പോലും സ്ത്രീജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ സംഗമം. കണ്ണകി ദേവിയുടെ കോപത്താൽ മധുരാ നഗരിയുടെ പാപങ്ങൾ വെന്തെരിഞ്ഞ പോലെ ആദിത്യതാപവും ലക്ഷക്കണക്കിന് എരിയുന്ന അടുപ്പുകളും അതിൽ തിളങ്ങുന്ന ആത്മനിവേദ്യമായ പൊങ്കാലയും ഭക്തരുടെ സങ്കടങ്ങളെ ഉരുക്കിക്കളയുന്നു. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയാണത്രേ സ്വയം മലിനമാകാതെ മറ്റുള്ളവയെ വിമലീകരിക്കുന്നത്. തിളച്ചുമറിയുന്ന മനസ്സിൻ്റെ സങ്കടങ്ങളാണ് കുംഭമാസത്തിലെ തീവേനലിൽ തിളച്ചു പൊന്തുന്ന പൊങ്കാലക്കലങ്ങളിൽ നിന്ന് നീരാവിയായി പുറത്തേക്കൊഴുകുന്നത്. ശബരിമലയിൽ ഭക്തരെല്ലാം അയ്യപ്പനാകുന്നതുപോലെ ആറ്റുകാലിൽ ഓരോ ഭക്തയും കണ്ണകിമാരാണ്. കലികാല സമരങ്ങളിൽ അനീതികൾക്കെതിരെ പോരാടാനുള്ള ചിലമ്പണിഞ്ഞവർ. ആറ്റുകാലമ്മയുടെ മുമ്പിൽ പൊങ്കാല നിവേദിക്കാൻ എത്തുന്നവരിൽ വലിപ്പച്ചെറുപ്പമില്ല. കെട്ടിലമ്മയും അടിച്ചുതളിക്കാരിയും അമ്മയ്ക്ക് മുന്നിൽ തുല്യരാണ്. ഈ തിരുവോരത്ത് കെട്ടുന്ന സ്ഥലങ്ങളിൽ അവർ ഭക്തർ മാത്രമായി ആറ്റുകാലമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല നിവേദിക്കുന്നു. ആറ്റുകാൽ പൊങ്കാല ദിവസം തിരുവനന്തപുരം നഗരം ഒരു ക്ഷേത്രമായി മാറുന്നു. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ആറ്റുകാൽ ക്ഷേത്രത്തിലോ പരിസരങ്ങളിലോ പൊങ്കാലയിടാൻ അവസരം ലഭിക്കാൻ 2-3 ദിവസം മുമ്പ് തന്നെ സ്ഥലം പിടിക്കുന്നവരുണ്ട്. ഓരോ വർഷവും പൊങ്കാലയർപ്പിക്കാൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്ര പരിസരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പൊങ്കാല ഇന്ന് നഗരപരിധികൾ കടന്നിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇതിൻ്റെ സംഘാടന ചുമതല. 3000-ലധികം പോലീസുകാരാണ് പൊങ്കാല ഡ്യൂട്ടി ചെയ്യുന്നത്. അതിൽ വലിയ വിഭാഗവും വനിതാ പോലീസായിരിക്കും. ക്ഷേത്രത്തിൽ പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, നഗരസഭ എന്നീ വിവിധ വകുപ്പുകൾ താൽക്കാലികമായി സജ്ജീകരിച്ചിട്ടുള്ള കൺട്രോൾ റൂമുകളുടെ നേതൃത്വത്തിൽ പോലീസ്, ഫയർഫോഴ്സിൻ്റെ വിവിധ യൂണിറ്റുകൾ, ആരോഗ്യ പ്രവർത്തകർ, നഗരത്തിൽ പലയിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന 108 ആംബുലൻസിൻ്റെ വിവിധ യൂണിറ്റുകൾ, മറ്റ് ആംബുലൻസുകൾ, കേരള വാട്ടർ അതോറിറ്റി, മറ്റ് വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു അമച്വർ റേഡിയോ എമർജൻസി അസിസ്റ്റൻസ് സ്ക്വാഡിൻ്റെ വോളണ്ടിയേഴ്സ്. 2025 ആറ്റുകാൽ പൊങ്കാല ഏരിയസ് അമേച്ചർ റേഡിയോ എമർജൻസി അസിസ്റ്റൻസ് സ്ക്വാഡ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് മാനേജ്മെന്റിനായി വളരെ മനോഹരമായി കണ്ടക്ട് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ വർഷങ്ങൾ പോലെ തന്നെ ഈ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഫുൾ കോർഡിനേഷൻ ചെയ്തത് ഏരിയസ് ആണ്. NCC NSS ഉൾപ്പെടെ അറൌണ്ട് 190ഓളം വോളണ്ടിയേഴ്സ് ആണ് നമ്മൾ ഈ പ്രാവശ്യം എല്ലായിടത്തുമായിട്ട് ഗ്യാദർ ചെയ്തത്. അതിൽ വളരെ മനോഹരമായി ട്രിവാൻഡ്രത്തിന്റെ 10 കിലോമീറ്റർ റേഡിയസിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ ആറ്റുകാൽ ടെമ്പിൾ കോംപ്ലക്സിന്റെ 10 കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സിലും നമുക്ക് വോളണ്ടിയേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അവർക്ക് കോർഡിനേഷനായിട്ട് ഓരോ 1-2 ഹാംസിന് നമുക്ക് നൽകാനും കഴിഞ്ഞു. എല്ലാ ഹാംസിനും ഡിസ്ട്രിക്ട് മാനേജ്മെന്റും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുമായിട്ടുള്ളതും പോലീസ് കൺട്രോൾ റൂമായിട്ടുള്ള കോർഡിനേഷൻ വഴി വളരെ മനോഹരമായി നമുക്ക് ഈ ആറ്റുകാൽ പൊങ്കാല 2025-26 വർഷത്തെ ആറ്റുകാൽ പൊങ്കാല കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സർക്കാർ സേവനങ്ങൾക്കൊപ്പം നിരവധി സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളും എടുത്തു പറയേണ്ടതാണ്. കുംഭത്തീവേലിൽ ഒരു ഭക്തിയും അസ്വസ്ഥരാകാതെ പഴങ്ങളും വെള്ളവും ഒപ്പം മറ്റ് എല്ലാ സൗകര്യങ്ങളും നൽകി നിതാന്ത ജാഗ്രത പുലർത്തുന്നു. ഈ വർഷം
228ഓളം സന്നദ്ധ സംഘടനകളാണ് കുടിവെള്ള വിതരണത്തിനും അന്നദാന വിതരണത്തിനും വേണ്ടി മാത്രം തിരുവനന്തപുരം കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സന്നദ്ധ പ്രവർത്തനം ചെയ്യുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അവധിയെടുത്തു വരുന്ന ചെറുപ്പക്കാർ വരെയുണ്ട്. നമ്മൾ വില്ലുവിളാകം റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്. നമ്മൾ എല്ലാ വർഷവും ഈ പൊങ്കാല സമയത്ത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇത്തവണയും അത് ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1000-ലധികം ആൾക്കാർ ഞങ്ങളുടെ പ്രദേശത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം, അതുപോലെ താമസം, ഇന്നലെ രാത്രി ആയിക്കോട്ടെ, ഇന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം, അതുപോലെ തന്നെ ദാഹജലം, തണ്ണിമത്തൻ ജ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങളുടെ അന്നദാനം ഇപ്പോൾ ഞങ്ങളത് തീർത്തിട്ട് വരുന്ന വഴിയാണ്. അതും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അതെല്ലാം ഈ നാട്ടുകാരുടെയും ഇവിടുത്തെ മറ്റുള്ള ഭാരവാഹികളുടെ എല്ലാം പിന്തുണയും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചത്. ഇനിയും നമ്മൾ അടുത്ത വർഷവും ഭംഗിയായിട്ട് തന്നെ നമ്മളിത് ചെയ്യുകയും ചെയ്യും. ആറ്റുകാൽ പൊങ്കാല മതസാഹോദര്യത്തിൻ്റേതു കൂടിയാണ്. മുസ്ലിം പള്ളികളുടെയും ക്രിസ്ത്യൻ പള്ളികളുടെയും മുറ്റങ്ങളിൽ പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞു തൂകുന്നു. മതഭേദമില്ലാതെ അന്ന് എല്ലാ വീടുകളും ഭക്തർക്കായി തുറക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ തീർത്ഥം തളിക്കപ്പെടുമ്പോൾ പൊങ്കാല സാർത്ഥകമാകുന്നു. പിന്നെ മടക്കയാത്രയാണ്. കണ്ണകി ദേവിയായ ഭദ്രകാളിയുടെ ആ ചഞ്ചലമായ മനസ്സുമായി, മനോധൈര്യത്തിൻ്റെ മധുരമുള്ള പൊങ്കാലക്കലങ്ങളുമായി അവർ തിരികെ സഞ്ചരിക്കുന്നു. യഥാർത്ഥ അത്ഭുതം സംഭവിക്കുന്നത് പിന്നീടാണ്. ദശലക്ഷക്കണക്കിന് ചുടുകല്ലുകൾ, ചാരം, കൊതുമ്പിൻ്റെയും വിറകിൻ്റെയും മറ്റും അവശിഷ്ടങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട മറ്റ് മാലിന്യങ്ങൾ ഈ മഹാനഗരത്തിൽ പൊങ്കാലയ്ക്ക് ശേഷം അവശേഷിക്കുന്നു. കുറേ മനുഷ്യർ മണിക്കൂറുകൾ കൊണ്ട് നഗരം പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നു. മുഖങ്ങളില്ലാത്ത ഈ മനുഷ്യരാണ് നഗരത്തിന് പുതിയ മുഖം നൽകുന്നത്. ശുചീകരണ പ്രവർത്തനം മികച്ച രീതിയിൽ പൂർത്തീകരിക്കുന്നതിനായി നഗരസഭ 3204 തൊഴിലാളികളെയാണ് ഈ വർഷം നിയോഗിച്ചത്. കഴിഞ്ഞ വർഷം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകട്ടകൾ തലസ്ഥാനത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ വർഷം ഓരോ വീടിൻ്റെയും നിർമ്മാണത്തിന് 10,000 മൺകട്ടകളാണ് നഗരസഭ നൽകിയത്. ഇക്കുറി അതിദരിദ്രരായ 24 പേർക്ക് ഭവന നിർമ്മാണത്തിന് സഹായം നൽകുന്നുണ്ട്. ഇവർക്ക് 15,000 മുതൽ 20,000 വരെ ഇഷ്ടികകൾ കെട്ടിട നിർമ്മാണത്തിനായി നൽകുന്നു. അടുത്ത ദിവസത്തെ കതിരോന് കണി കാണാൻ മാലിന്യമുക്തമായ ഒരു നഗരത്തെ ആയിരിക്കും ഒരുക്കിയിരിക്കുക. ഒരു നിമിഷത്തിൻ്റെ ശ്രദ്ധക്കുറവിൽ വലിയ അത്യാഹിതങ്ങൾ സംഭവിക്കാവുന്ന ഒരു ഉത്സവത്തെ അരനിമിഷത്തിൻ്റെ പാളിച്ചകൾക്ക് പോലും സ്ഥാനം കൊടുക്കാതെ കൂട്ടിയിണക്കി പ്രവർത്തിച്ച വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കും ക്ഷേത്രഭാരവാഹികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഭക്തിയുടെ ലഹരിയിൽ ആറാടിയ നഗരത്തെ ഒരു രാത്രിയുടെ ശേഷിപ്പിൽ വിളക്കിയെടുത്ത മനുഷ്യർക്കും വേണ്ടി